ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം. ദശകം 72, ശ്ലോകം 11-12. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 11. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവന്തം ഉദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശു കഥാം നിവേദ്യ നാനാകഥാഭിർ ഇഹ തേന നിശാമനൈഷീഃ. അന്വയം. അർത്ഥം. നന്ദേന സാകം നന്ദഗോപനോടുകൂടി തം ആ യാദവം അക്രൂരനെന്ന യാദവനെ അമിതാദരം വലുതായ ബഹുമാനത്തോടുകൂടി അർച്ചയിത്വ പൂജിച്ചിട്ട് തതുദിതാം അദ്ദേഹം പറയുന്ന വാർത്താം വാർത്തകൾ നിശമയ്യ കേട്ടിട്ട് ഗോപേഷു ഗോപന്മാരിൽ ഭൂപതി നിദേശകഥാം രാജാവായ കംസന്റെ ആജ്ഞയെ നിവേദ്യ അറിയിച്ചിട്ട് തേന അവനോടുകൂടി ഇഹ ഈ ഗോകുലത്തിൽ നാനാ കഥാഭി പല കഥകൾ പറഞ്ഞ് നിശാം രാത്രിയെ അനൈഷി നയിച്ചു. ഹരിവു. സാരം. ഭഗവാൻ കൃഷ്ണൻ നന്ദഗോപനോടും ബലരാമനോടും ചേർന്ന് ആസനാദികൾ നൽകുക തുടങ്ങിയ സത്കാര്യങ്ങൾ ചെയ്ത് അക്രൂരനെ ബഹുമാനിച്ചതിന് ശേഷം അക്രൂരൻ പറഞ്ഞ വിവരങ്ങളെല്ലാം ഗോകുലത്തെ ധരിപ്പിച്ചു. രാത്രി നന്ദഗൃഹത്തിൽ ഭഗവാൻ പല കഥകൾ പറഞ്ഞ് അക്രൂരന് മുന്നിട്ട് ആ രാത്രി കഴിച്ചുകൂട്ടി. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 12. ചന്ദ്രഗൃഹേ കിമുദാ ചന്ദ്രഭഗാകൃതേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ദൂർധോ വിളംബിതൈത് പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശി മരുത്പുരനാഥാപായക. അന്വയമർത്ഥം. ദൂർത്തക ചതിയനായ അവൻ ചന്ദ്രാഗൃഹേ ചന്ദ്ര എന്ന പേരായ ഗോപിയുടെ ഗൃഹത്തിൽ കിം ഉദ ആണോ അഥവാ ചന്ദ്രഭഗാകൃതേനു ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ രാധാഗൃഹേനു രാധാഗൃഹത്തിലാണോ മിത്രവിന്ദയുടെ ഭവനേ കുക്കിമു ഭവനത്തിലാണോ വിളംബിത താമസിക്കുന്നത് ഇതി പ്രകാരം നിശി രാത്രിയിൽ പ്രമദാദി ഗോപസ്ത്രീകളാൽ ഉച്ചൈ ശക്തിയായി ആശങ്കിത സംശയിക്കപ്പെട്ട അവിടുന്ന് മരുത്പുരനാഥ ഗുരുവായൂരപ്പ പായക എന്നെ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാരം. ചതിയനായ ഭവാൻ ചന്ദ്രാഗൃഹത്തിലോ ചന്ദ്രഭഗാഗൃഹത്തിലോ രാധാഭവനത്തിലോ മിത്രവിന്ദ ഭവനത്തിലോ എവിടെയാണ് ഭഗവാൻ ഈ രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്ന് ഗോപികമാരാൽ സംശയിക്കപ്പെടുന്ന ഭഗവാൻ എൻ്റെ അസുഖം മാറ്റി രക്ഷിക്കണേ. 72 ദശകം സമാപ്തം. ഹരിവു.